ഓക്കെ, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ USSൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മാത്സ് അതുപോലെ GK എല്ലാത്തിൻ്റെയും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള USSൻ്റെ ബേസിക് സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ പ്രധാനപ്പെട്ട ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ കം ടു ദി നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് USS, that is basic science. Okay, the first question is the bacterium that lives in the soil and helps in the process of nitrogen fixation. Bacterium that lives in the soil, that is the important point there. The bacterium that lives in the soil and helps in the process of nitrogen fixation. Nitrogen fixation help ചെയ്യുന്ന ബാക്ടീരിയം എവിടെ lives in the soil. That right answer is Azotobacter. The right answer is Azotobacter. നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും GKയിലും ഒക്കെ നമ്മൾ ചെയ്തിരുന്ന പോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുക, അത് ഒരു നോട്ടിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ദ ബാക്ടീരിയം ദാറ്റ് ലൈവ്സ് ഇൻ ദ സോയിൽ ആൻഡ് ഹെൽപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് നൈട്രജൻ ഫിക്സേഷൻ, ദാറ്റ് ഈസ് Azotobacter. ഓക്കെ, come to the next question, one of the interesting question from physics. The material that causes refraction. The material that causes refraction. ഏതെല്ലാം മെറ്റീരിയൽ ആണ് താഴെ തന്നിരിക്കുന്നതിൽ റിഫ്രാക്ഷൻ ഉണ്ടാക്കുന്നത്? ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻ 1 ഗ്ലാസ് അല്ലേ, ഗ്ലാസ്. B ലെൻസ് ആൻഡ് C പ്രിസം. റിഫ്രാക്ഷൻ, ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ലൈറ്റിൻ്റെ പാത്തിനുണ്ടാകുന്ന ഡീവിയേഷൻ ആണ് റിഫ്രാക്ഷൻ. ആ റിഫ്രാക്ഷൻ നടക്കുന്നത് ഏതൊക്കെ മെറ്റീരിയലിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഗ്ലാസ് ഉണ്ട്, ലെൻസ്, പ്രിസം. സോ കം ടു ദ ആൻസർ D, all of the above. All of the above. The material that causes refraction to the light, glass, lens, prism and all of the above. The correct answer is all of the above. Come to the next question. How many canine teeth are present in human? How many canine teeth are present in human? നമ്മൾ ബയോളജിയിൽ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ടീത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത് കാനൈൻ ടീത്ത് എത്ര എണ്ണമാണ് നമ്മൾ ഹ്യൂമനിലുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് 4. ആൻസർ 4. ഓപ്ഷൻ A ആണ് ആൻസർ. ഓപ്ഷൻ A. The next question. The gas that help to maintain the normal atmospheric temperature so has that the living things can exist in the earth. The gas that help to maintain the normal atmospheric temperature so that the living things can exist in the earth. Okay, atmospheric temperature മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, നോർമലായി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏത് ഗ്യാസ് ആണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഒന്ന് പരിചയപ്പെടാം. ഓക്സിജൻ, ഓസോൺ, നൈട്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഓപ്ഷനിൽ നമ്മൾ ലിവിങ് ഓർഗാനിസംസ് എക്സിസ്റ്റ് ചെയ്യാമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓടി ചെന്നിട്ട് ഏതാണ് നമ്മൾ ആൻസർ ചെയ്യുക? ഓക്സിജനാണ് ആൻസർ ചെയ്യുക അല്ലേ? ഓക്സിജനാണ്. പക്ഷേ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം. USS എന്ന് പറയുന്നത് പോലെ ഒരു എക്സാമിന് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കില്ല ചിലപ്പോൾ തന്നിട്ടുണ്ടാവുക. അതിലെന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നോക്കാം. The gas that help to maintain the normal atmospheric temperature so that the living things can exist in the earth. That is not oxygen, not ozone. Ozone means O3. Ozone, O3. No. Nitrogen, carbon dioxide. The right answer is carbon dioxide. The right answer is carbon dioxide. Okay അല്ലേ? അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടത് അല്ലേ? 3 ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെട്ടത്. ഒന്ന്, ഹൗ മെനി canine teeth are present in human? That is 4. And the material that causes refraction to the light,
that is glass, lens, prism. All of the above ആയിരുന്നു ആൻസർ. And the bacterium that lives in the soil and helps in the process of nitrogen fixation, that is azotobacter, അല്ലേ? Azotobacter. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, the gas that help to maintain the normal atmospheric temperature so that the living things can exist in the earth, that is not oxygen, not ozone, not nitrogen. The correct answer is carbon dioxide. Okay, come to the next. Another one important question. Which are the activities that help to keep the amount of oxygen and the carbon dioxide in the atmosphere is constant? ഈ ക്വസ്റ്റ്യൻ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, 2019 USS എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. Which are the activities that are help to keep the amount of oxygen and carbon dioxide in the atmosphere constant? അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും എമൗണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പെർട്ടിക്കുലർ റേഷ്യോയിൽ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെല്ലാം പ്രോസസ്സുകളാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു നോക്കാം. ഓക്കെ, ഓപ്ഷൻ എ നോക്ക്. ഓപ്ഷൻ എ, ഫോട്ടോസിന്തസിസ് ആൻഡ് ഫുഡ് ഇൻടേക്ക്. ഫോട്ടോസിന്തസിസ് ഉണ്ട് നമുക്കറിയാം, പക്ഷേ ഫുഡ് ഇൻടേക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ അല്ല. അപ്പോൾ ഫോട്ടോസിന്തസിസ് ആൻഡ് ഫുഡ് ഇൻടേക്ക് അല്ല. ദ സെക്കൻഡ് ഓപ്ഷൻ, photosynthesis and respiration. Photosynthesis and respiration, no. And the last, third, C option നോക്കാം, combustion and photosynthesis and respiration and combustion. അപ്പോൾ ഡി എന്തായാലും അല്ല, എ അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ദ കറക്റ്റ് option is C, combustion and photosynthesis. Is the right answer. Okay, come to the next question. What is the normal body temperature of a healthy person? ഓൾറെഡി നിങ്ങൾ പല ഗൈഡിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പല തവണയായിട്ട് വായിച്ചു പോയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടി, അതായത് സയൻസ് നന്നായിട്ട് നോക്കുന്ന ഒരാൾ, എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഗൈഡിൽ അല്ലെങ്കിൽ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയെങ്കിലും നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ മറ്റൊരു പ്രത്യേകത 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഓഫ് എ ഹെൽത്തി പേഴ്സൺ? ഒരു ഹെൽത്തി പേഴ്സണിൻ്റെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളതാ ക്വസ്റ്റ്യൻ. ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഡിഗ്രി സെൽഷ്യസിലല്ല നമ്മളെ വാല്യൂസ് ഒന്നും തന്നിട്ടുള്ളത്, എല്ലാം ഡിഗ്രി ഫാരൻഹീറ്റിലാണ് തന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ നോക്കുക, ആൻസർ ഇവിടെ 94.4 ഡിഗ്രി, 98.6 ഡിഗ്രി, 99.8 ഡിഗ്രി, 95.2 ഡിഗ്രി. എല്ലാ കേസിലും നിങ്ങൾ നോക്ക്, ചെറിയ ചെറിയ വാല്യൂസിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസമേ ഉള്ളൂ. അതിന് കറക്റ്റ് ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് 98.6 ഡിഗ്രി. 98.6 ഡിഗ്രിയാണ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അതൊരു 2021 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. That is, the disease likely to be caused due to the use of artificial colors in bakeries. നമുക്കറിയാം, ഇപ്പോൾ ഫുഡ് പോയ്സണിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ കളേഴ്സ് നമ്മൾ ധാരാളമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബേക്കറീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? സോ the disease likely to be caused due to the use of artificial colors in bakeries. ആർട്ടിഫിഷ്യൽ കളേഴ്സിൻ്റെ ഉപയോഗം കാരണം ഉണ്ടാകുന്ന ഒരു ഡിസീസ് താഴെ പറയുന്നത് ഏതാണ്? ബോട്ടുലിസം ഇസ് എ ഫുഡ് പോയ്സണിങ്. അലർജി, സെക്കൻഡ് ഓപ്ഷൻ ഈസ് അലർജി. തേർഡ് ഓപ്ഷൻ ഈസ് ക്യാൻസർ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ട്യൂബർകുലോസിസ്, TB. So from the options, the better option is C, that is cancer. The disease likely to be caused due to the use of artificial colors in the bakery is, the correct answer is cancer. Okay, come to the next.
one of the important question that is GK also. GK question is also State Virology Institute is at State Virology Institute. Okay, പഠിച്ചു വെക്കണം. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കോവിഡിൻ്റെ ഒക്കെ ടൈമിൽ ധാരാളമായിട്ട് പത്രത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിലെ, അതായത് നമ്മുടെ സ്റ്റേറ്റിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ദ സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് അറ്റ് ആലപ്പുഴ, ബി ട്രിവാൻഡ്രം, സി കണ്ണൂർ, ഡി വയനാട്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓൾവേസ്, നിങ്ങൾ എങ്ങോട്ട് പോകും? ട്രിവാൻഡ്രത്തേക്ക് പോകും. അതല്ല ആൻസർ. ആൻസർ ഈസ് ആലപ്പുഴ. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ബെസ്റ്റ് ഇലക്ട്രിക് കണ്ടക്ടർ. ബെസ്റ്റ് ഇലക്ട്രിക് കണ്ടക്ടർ, ഈ താഴെ തന്നിരിക്കുന്ന ഒരു 4 കണ്ടക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക് കണ്ടക്ടർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് കണ്ടക്ടറിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നോക്കാം നമുക്ക്. അലുമിനിയം, അയേൺ, കോപ്പർ, സിൽവർ. അലുമിനിയം, അയേൺ, കോപ്പർ, സിൽവർ 4 എണ്ണമാണ് തന്നിട്ടുള്ളത്. വി നോ ദാറ്റ് സിൽവർ ഈസ് ദി ബെസ്റ്റ് ഇലക്ട്രിക് കണ്ടക്ടർ. സിൽവർ ഈസ് ദി ബെസ്റ്റ് ഇലക്ട്രിക് കണ്ടക്ടർ. സിൽവർ ആണ് ഏറ്റവും നല്ല ഇലക്ട്രിക് കണ്ടക്ടർ. ഓക്കെ, നെക്സ്റ്റ്. ദ മെറ്റീരിയൽ ദാറ്റ് കോസസ് റിഫ്രാക്ഷൻ ടു ലൈറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഏത് മെറ്റീരിയലാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ടു ലൈറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്? നമ്മൾ അതിൻ്റെ ആൻസർ പറഞ്ഞതാണ്. ഓൾ ദി എബവ്, ഗ്ലാസ്, ലെൻസ് ആൻഡ് പ്രിസം. ഓൾ ദി എബവ്. സോ ഏകദേശം ഇത്രയും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ഭാഗത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, താങ്ക് യു.